കെ.സി. വേണുഗോപാലിനെ കാണാൻ കോൺഗ്രസ് നേതാക്കളുടെ തിരക്കാണ്. സണ്ണി ജോസഫ്, ജെബി മേത്തർ MP, അൻവർ സാദത്ത്, റോയി കെ പൗലോസ്, ടി സിദ്ദിഖ് എന്നിവർ കെ.സിയുടെ വീട്ടിലുണ്ട്. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്താനായി കെ.സി. വേണുഗോപാൽ ഉടൻ അവിടെ നിന്ന് പുറപ്പെടും. വിവരങ്ങളുമായി സനിസ ചേരുകയാണ്. സനിസ, VD സതീശനാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും നമ്പർ 1 നേതാവ്. പക്ഷേ ഈ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ വലിയ ഉന്നതമായ പദവി തന്നെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ നേതാക്കൾ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുക അദ്ദേഹത്തിന് ചുറ്റുമായിട്ടുണ്ട് എന്ന സാഹചര്യമാണുള്ളത്, അല്ലേ? അതേ സനീഷ്, ഇപ്പോൾ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ഇവിടെ കെ.സി. വേണുഗോപാലിൻ്റെ കേശവദാസപുരത്തെ വീട്ടിലേക്ക് MP-മാരും MLA-മാരും നേതാക്കളുടെയും ഒരു ഒഴുക്ക് തന്നെ രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ളത്. രാവിലെ ചാണ്ടി ഉമ്മൻ കെ.സി. വേണുഗോപാലിനെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ടി സിദ്ദിഖ്, അതുപോലെ തന്നെ ഇടുക്കി MLA ആയിട്ടുള്ള ഇടുക്കി MLA മാണി സി കാപ്പൻ, സണ്ണി ജോസഫ്, അതുപോലെ തന്നെ PC വിഷ്ണുനാഥ് തുടങ്ങിയവരും ഇവിടെ കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നേതാക്കളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾ ചൂടുപിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 7 പ്രധാനപ്പെട്ട വകുപ്പുകൾ കെ.സി. വിഭാഗം ചോദിക്കുമെന്ന ഒരു വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. 7 വകുപ്പുകൾ ചോദിക്കും. പ്രധാനപ്പെട്ട റവന്യൂ, ധനം, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ ചോദിക്കുമെന്ന വിവരമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ തന്നെ 7 വകുപ്പുകൾ ചോദിച്ചാൽ 5 വകുപ്പുകൾ ഉറപ്പാക്കാനുള്ള നീക്കമാണ്, ചർച്ചയാണ് നടക്കുന്നത്. ഇവിടെ ഇന്ന് ചെന്നിത്തലയെ കാണുമെന്ന അതടക്കമുള്ള വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ ജോസഫ് വാഴക്കൻ അടക്കമുള്ളവർ ഇവിടെ കെ.സി. വേണുഗോപാലിന്റെ വീട്ടിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ്. ചെന്നിത്തലയുമായി എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച എന്ന കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയില്ലാത്തൊരു സാഹചര്യം. കാരണം ഇവിടെ രാവിലെ മുതൽ നേതാക്കൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതുവരെ കൂടിക്കാഴ്ചകൾ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഏത് സമയത്ത് അദ്ദേഹം ചെന്നിത്തലയെ കാണുവാൻ വേണ്ടി പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും 10 മണിക്ക് ഇറങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി വീട്ടിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത് എന്നത് വ്യക്തമാണ്. പല നേതാക്കളും ഇവിടത്തേക്ക് എത്തുന്നു, പല MLA-മാരും ഇവിടത്തേക്ക് എത്തുന്നു. അപ്പോൾ വ്യക്തമായിട്ടും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ കെ.സിയുടെ വീട്ടിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. അതിൽ ഇപ്പോൾ അദ്ദേഹം ചെന്നിത്തലയെ കാണാൻ വേണ്ടി പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ചെന്നിത്തലയ്ക്ക് വേണ്ടി കെ.സി. തന്നെ ആഭ്യന്തര വകുപ്പ് ചോദിക്കുമെന്ന ഒരു സൂചനയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയായി നിൽക്കുന്ന സമയത്ത് പോലും മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കാൻ തന്നെയാണ് കെ.സി. വേണുഗോപാലിന്റെ നീക്കം, അദ്ദേഹത്തിന്റെ വിഭാഗത്തിന്റെ നീക്കം. കൂടാതെ തന്നെ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം പറഞ്ഞത് തന്നെ പിച്ചി ചീന്തിയത് മതിയായിട്ടില്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അത്തരത്തിൽ അതൃപ്തി അദ്ദേഹം അറിയിച്ചിരുന്നു. കൂടാതെ MK രാഘവൻ നേരത്തെ ഇവിടെ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം അവിടെ നിറയെ നേതാക്കളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. സണ്ണി ജോസഫിനെ ദൃശ്യങ്ങളിൽ കാണാം, PC വിഷ്ണുനാഥ് ഉണ്ട്, മറ്റു നേതാക്കളെ നമുക്ക് കാണാം. പറ്റുമെങ്കിൽ അവരോട് കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ചോദിക്കാവുന്നതാണ് മുന്നോട്ട് വന്നാൽ. ഇപ്പോൾ വേണമെന്നില്ല, പക്ഷേ അവരെ മുന്നിൽ കിട്ടുകയാണെങ്കിൽ അവരോട് സംസാരിക്കാം എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്. സണ്ണി ജോസഫ് KPC അധ്യക്ഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ വീട് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് ഈ ദിവസങ്ങളിൽ മാറിയിരിക്കുകയാണ്.